IELTS എക്സാം 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ പാസ്സാവാം അതാണ് ഇന്നത്തെ വീഡിയോ. ഒരു സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കോഴ്സുകളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എക്സാം പാസ്സാകാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പ്രാക്ടീസ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് നല്ല പോലെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ എന്താണ് എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. IELTSൻ്റെ 4 സെക്ഷൻസായ ലിസണിങ്, റൈറ്റിങ്, റീഡിങ്, സ്പീക്കിങ്, അതിനെക്കുറിച്ചുള്ള ടിപ്സുകളും ഏതൊക്കെയാണ് അതിൻ്റെ സബ്സെക്ഷൻസ് എന്നതുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷനും, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് റിസോഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ഏറ്റവും അവസാനം എൻ്റെ IELTS എക്സാമിൻ്റെ ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ IELTS ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 4 സ്കിൽസ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാമാണ്. ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ് ആൻഡ് റീഡിങ്. IELTS എക്സാമിൻ്റെ സ്കോർ 2 ഇയേഴ്സേക്ക് വാലിഡാണ്. IELTSൻ്റെ തന്നെ അക്കാഡമിക് വേർഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് എബ്രോഡ് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് IELTSൻ്റെ തന്നെ അക്കാഡമിക് വേർഷനാണ്. അതല്ല, നിങ്ങൾ ഏതെങ്കിലും എമിഗ്രേഷൻ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ IELTSൻ്റെ തന്നെ ജനറൽ വേർഷനാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയ ഹാളിൽ, അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ 2ാമത്തെ തവണയാണ് എക്സാം എഴുതുന്നത്. കാരണം പുള്ളിക്കാരന് കാനഡയിലേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയായിരുന്നു പുള്ളിക്കാരന് ഉദ്ദേശം. പക്ഷേ പുള്ളിക്കാരൻ എക്സാം എഴുതിയത് IELTSൻ്റെ ജനറൽ വേർഷനായിരുന്നു. അതിന് എക്സാം എഴുതി റിസൾട്ടും ഒക്കെ വന്നതിന് ശേഷം അപ്ലൈ ചെയ്തപ്പോഴാണ് പുള്ളിക്കാരന് മനസ്സിലായത് ഇങ്ങനെ 2 വേർഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ സെലക്ട് ചെയ്തത് തെറ്റിപ്പോയി എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടി കെയർഫുള്ളായിട്ട് വേണം സെലക്ട് ചെയ്യാൻ. നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളതനുസരിച്ച് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഫോർമാറ്റിലേക്ക് വരാം. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് റൗണ്ട് വളരെ സെയിം ആണ് അക്കാഡമിക്കും ജനറലിനും. പക്ഷേ റീഡിങ് ആൻഡ് റൈറ്റിംഗ് റൗണ്ട് ചെറിയ ഡിഫറൻസസ് അക്കാഡമിക്കും ജനറൽ വേർഷനും IELTS എക്സാമിന് ഉണ്ട്. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ഈ 3 സെക്ഷൻസും കൂടെ കൂട്ടി 2 hour 45 minutes ആണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷേ സ്പീക്കിങ്ങിന് പിന്നീട് വേറൊരു ടൈമാണ് അവർ സെറ്റ് ചെയ്യാറ്. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ഈ 3 സെക്ഷൻസും ഉൾപ്പെടുന്ന എക്സാമിൻ്റെ സെഷൻ എന്ന് പറയുന്നത് 2 hour 45 minutes ആണ്. പക്ഷേ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരാം. അതായത് അതേ സമയത്ത് തന്നെ അത് സംഭവിക്കണം എന്നില്ല. അതുപോലെ തന്നെ IELTSന് പുതുതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് പേപ്പറിൽ എക്സാം എഴുതണോ അതല്ല കമ്പ്യൂട്ടറിൽ എഴുതണോ എന്നുള്ളതിൻ്റെ ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഈസി കമ്പ്യൂട്ടറിൽ എക്സാം എഴുതുന്നതായിരിക്കും. പക്ഷേ ഞാൻ പണ്ട് എഴുതുന്നത് പേപ്പറിലായിരുന്നു. കാരണം അന്നേരം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ആ 2 ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ഏതിലാണ് ബെസ്റ്റ് എന്നതിനനുസരിച്ച്. നിങ്ങൾ ഏത് ഓപ്ഷനാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റിൽ പറയുക, അതിൻ്റെ കാരണവും പറയുക. അതാണ് IELTS എക്സാമിൻ്റെ ഫോർമാറ്റ്. ഇനി നിങ്ങൾക്ക് ഈ ഫോർമാറ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എനിക്ക് തീർച്ചയായിട്ടും പറ്റുന്നത്രത്തോളം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്കിനി ഈച്ച് ഓഫ് ദി സെക്ഷൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലിസണിങ് റൗണ്ട്. ലിസണിങ് എന്ന് പറയുന്നത് IELTS അക്കാഡമിക്കിനും IELTS ജനറലിനും സെയിം ആണ്. ലിസണിങ് എന്ന് പറയുന്നത് 30 minutes ആണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് 4 റെക്കോർഡിങ്സ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 40 numbers ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ടൈപ്പും ആവാം. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസോ, മാച്ച് ലേബിൾസോ, സെൻറ്റൻസ് കംപ്ലീഷൻസോ ഒക്കെ ആവാം. ഈ ലിസണിങ് എക്സാമിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണയേ നിങ്ങൾക്ക് ഈ എക്സാം കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതത്ര പേടിപ്പിക്കുന്ന ഒരു സെക്ഷനൊന്നും അല്ല. പക്ഷേ ഇതിന് നിങ്ങൾക്ക് വേണ്ടത് നല്ല പ്രാക്ടീസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ഈ ലിസണിങ് സെക്ഷന് ഏസ് ചെയ്യാൻ വേണ്ടി. റെക്കോർഡിംഗ് നമ്പർ 1 നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു സോഷ്യലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ കേൾക്കേണ്ടി വരും. റെക്കോർഡിങ്ങിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ക്രീനിൽ കാണും. അത് ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ആ ഇൻസ്ട്രക്ഷനാണ് ആദ്യം വായിച്ച് നോക്കേണ്ടത്. നിങ്ങൾ എത്ര വേർഡ്സിന് വേണ്ടിയാണ് ലുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ലുക്ക് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ആ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. വേർഡ് കൗണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ ലിസണിങ് സെക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ആ ഇൻസ്ട്രക്ഷൻ വായിച്ച്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വേർഡ് ലിമിറ്റും നമ്പർ ലിമിറ്റും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ ആൻസറിന്.
അതിൽ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ തെറ്റിച്ചാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം വളരെ കെയർഫുള്ളായിട്ട് ആ ഇൻസ്ട്രക്ഷൻ നോക്കണം എന്താണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത്. എല്ലാ റെക്കോർഡിങ്ങിനും മുമ്പ് നിങ്ങൾക്ക് സമയം തരും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏകദേശ ആൻസർ എന്ത് തരത്തിലുള്ളതാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ റെക്കോർഡിങ്ങിലേക്ക് പോകാൻ. അധിക നേരമൊന്നും നമുക്ക് കിട്ടില്ല, പക്ഷേ ഉള്ള നേരം കൊണ്ട് ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ സെക്ഷനിലുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ്സ് എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിട്ട് അതിൽ എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മീറ്ററിൻ്റെ യൂണിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്ററിന് എഴുതുക, അല്ലെന്നുണ്ടെങ്കിൽ എം എഴുതുക. കറൻസിയുടെ ഒക്കെ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ കറൻസി ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ടാവും, അപ്പോൾ ആ നമ്പർ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയാവും. പക്ഷേ യൂണിറ്റ് ഇല്ലാതെ വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ യൂണിറ്റ് എൻട്രി ചെയ്തിരിക്കണം ക്ലിയർ ആയിട്ട്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പേരുകളും ചില കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമുക്ക് സംശയം വരും. ഫോർ എക്സാമ്പിൾ വൈറ്റ് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ എക്സാം എഴുതിയപ്പോൾ ഇപ്പോഴും ഓർക്കുന്നു. അതിൻ്റെ അകത്ത് ഒരാളുടെ പേര് പറഞ്ഞപ്പം അവർ പറഞ്ഞു എന്തോ ഒരു ഫസ്റ്റ് നെയിം എന്താണെന്ന് ഓർക്കുന്നില്ല, സെക്കൻഡ് നെയിം വൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ WHITE വൈറ്റ് കളർ അല്ലേ, പക്ഷേ അതല്ലായിരുന്നു. ആ വൈറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ആ റെക്കോർഡിങ്ങിൽ തന്നെ അവർ പറയുന്നുണ്ട് ദ നെയിം ഈസ് ഡാഷ് വൈറ്റ് വിച്ച് ഈസ് സ്പെൽഡ് ലൈക്ക് WHYTE. സോ അവർ തന്നെ പറയും നിങ്ങളോട് ആ സ്പെല്ലിങ് WHYTE ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്നും അസ്യൂം ചെയ്യരുത് സ്പെല്ലിങ്സ്, ഇങ്ങനത്തെ നെയിംസ് സ്പെഷ്യലായിട്ട് അസ്യൂം ചെയ്യാൻ പോകരുത്. ക്ലിയർ ആയിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക അവർ പറയുന്നത് എന്താണെന്ന്. കാരണം അവർ ചിലപ്പോഴെങ്കിലും ഇത് തിരുത്തി പറയാറുണ്ട്. ചില കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും, ഒരാൾ സംസാരിക്കുമ്പോൾ പറയും ചിലപ്പോൾ 1500 നമ്പർ, നമ്മളപ്പോൾ 1500 ചാടി എഴുതും. പക്ഷേ അതിനുശേഷം അടുത്ത ആൾ പറയും ബട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ്, 1500 അല്ല 1700 കറക്റ്റ് എന്നുള്ളത്. അപ്പം ആ കോൺവെർസേഷനിലെ കണ്ടക്സ്റ്റിൽ ചിലപ്പോൾ അവർ മാറ്റി ഉത്തരങ്ങളും പറയാൻ സാധ്യതയുണ്ട്. ആദ്യം പറയുന്ന ആൻസേഴ്സ് ആയിരിക്കണം എന്നില്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ കോൺവെർസേഷൻ കേട്ടുകൊണ്ടേ ഇരിക്കണം. അവർ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടേ ഇരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. മൂന്നാമത്തേത്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കുറച്ച് സമയം നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി തരും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ എഴുതിയ വേർഡുകളോ അങ്ങനത്തെ നമ്പേഴ്സോ ഒക്കെ ഉണ്ടല്ലോ, ആ വേർഡുകളിലൊക്കെ നിങ്ങളുടെ സ്പെല്ലിങ് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് സ്പെല്ലിങ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഈ സെക്ഷനിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ലീവ് ഔട്ട് ചെയ്യരുത്. ഈ സെക്ഷനിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഗസ് വർക്കെങ്കിലും ചെയ്ത് എല്ലാം ഫിൽ ഔട്ട് ചെയ്യുക. ഒന്നും ലെഫ്റ്റ് ആയിട്ട് അതായത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് പോവില്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോഴെങ്കിലും അവർ ഉത്തരം ആദ്യം തെറ്റായിട്ടുള്ള ഉത്തരം ആദ്യം പറയും, അതിനുശേഷം കറക്റ്റായിട്ടുള്ള ഉത്തരം, അല്ലെങ്കിൽ ആദ്യം കറക്റ്റായിട്ടുള്ള ഉത്തരം പിന്നീട് വീണ്ടും തെറ്റായിട്ടുള്ള ഉത്തരം പറയും. പക്ഷേ അവർ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ കോൺവെർസേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ കോൺവെർസേഷനിലായിരിക്കണം. നിങ്ങൾ പെട്ടെന്ന് എഴുതുമ്പോൾ കമ്പ്യൂട്ടറിലായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എഴുതുമ്പം പെട്ടെന്ന് എഴുതി വിടുക. അതിനുശേഷം ഞാൻ പറഞ്ഞ ഫ്രീ ടൈം കിട്ടുമ്പോൾ അതൊന്നുകൂടെ ചെക്ക് ചെയ്യുക സ്പെല്ലിങ്സ് കറക്റ്റാണോ എന്നുള്ളത്. നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും റെക്കോർഡിങ്ങിൽ നിന്ന് പോകരുത്. കാരണം ഏറ്റവും കൂടുതൽ ഇതിനെ ട്രിക്കിയാക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരാദ്യം ഉത്തരം തെറ്റായിട്ടുള്ളത് പറഞ്ഞിട്ട് പിന്നീട് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയോ അല്ലെങ്കിൽ ആദ്യം ശരിയായിട്ടുള്ളത് പറഞ്ഞിട്ട് പിന്നീട് തെറ്റായിട്ടുള്ള ഉത്തരം പറയുകയോ ചെയ്യുക എന്നുള്ളതാണ്. അത് പല എക്സാമിലും അല്ലെങ്കിൽ പല സെക്ഷനിലും ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ സെക്ഷന് ആൻസർ കൊടുക്കാൻ. റെക്കോർഡിംഗ് ടൈപ്പ് 2 എന്താണ് ലിസണിങ്ങിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മോണോലോഗ് ആയിരിക്കും. അതായത് ഒരാൾ ഒരു ഫെസിലിറ്റിയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം. ഒരു കാരണവശാലും മറക്കരുതാത്ത ഒരു കാര്യം, അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന വേർഡ് ലിമിറ്റ് നിങ്ങൾ നോക്കാതിരിക്കരുത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ എത്രയാണോ വേർഡ് ലിമിറ്റ് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമേ ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. അപ്പോൾ നിങ്ങൾക്കൊരു ടേബിളാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോസ് ഹെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ കോളംസിൻ്റെ ഹെഡിങ് അതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ കോളത്തിൽ അല്ലെങ്കിൽ ആ റോയിൽ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ക്യൂസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒബ്വിയസ് ആയിട്ടുള്ള ആൻസേഴ്സ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നമ്പറാണോ, കറൻസി ആണോ, അല്ലെങ്കിൽ പേരാണോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ഫിനോമിനനാണോ, എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് പ്രെഡിക്റ്റ് ചെയ്യുക. ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത്, പ്ലൂറൽസ് മറക്കരുത്. തീർച്ചയായിട്ടും പല വേർഡ്സും പ്ലൂറൽസ് ആയിട്ട് നമ്മൾ ട്രിക്കി ആയിട്ട് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി പറയും. എസ് കൂട്ടിയുള്ള പ്ലൂറൽസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലൂറൽസ് യൂസ് ചെയ്തിട്ട് നമുക്കത് കിട്ടാതെ വരിക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണം പ്ലൂറൽസ് ആണോ അല്ലയോ എന്നുള്ളത്. ഓഡിയോ എന്താണോ പറയുന്നത് അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് പറയരുത്. അതെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ പറയുക. സംടൈംസ് അവർ സിനോണിംസ് യൂസ് ചെയ്യും. ഇപ്പോൾ വെരി ഓൾഡിന് പകരം ഏൻഷ്യൻറ്റ് അല്ലെങ്കിൽ സെയിം മീനിങ് ഉള്ള മറ്റൊരു വേർഡ് അവർ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക, ഫോക്കസ് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ അതിന് ശേഷം വരുന്ന വേർഡായിരിക്കും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ സിനോണിംസ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക.
കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയില്ലേ? പക്ഷേ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാമിനെ മറികടക്കാവുന്നേ ഉള്ളൂ. പിന്നെയും ഞാൻ പറയുകയാണ്, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് ഞാൻ വീണ്ടും എൻ്റെ വീഡിയോയിൽ ഇനി കടന്നു വരുന്ന വീഡിയോയിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ കാണിക്കുന്നതായിരിക്കും. അവിടെയും പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ് കൊണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് വീഡിയോ വാച്ച് ചെയ്തോളുക. ചിലപ്പം വേറൊരു റെക്കോർഡിംഗ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ലേബൽ തരും, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ തന്നിട്ട് അതിൽ ലേബൽ ചെയ്യാൻ പറയും. അതും ഇതുപോലെ തന്നെയാണ്. അത് അവർ പറയുന്ന കേൾക്കുന്നത് എന്താണെന്ന് ഫോക്കസ് ചെയ്ത് കേൾക്കുക. അതിന് ശേഷം ആ ഓരോ സ്ഥലത്തെയും ലേബൽ ചെയ്യുക. അവർ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ അതും സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നമ്മൾ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. അവർ ചിലപ്പോൾ പറയും അപ്പ് ടു ദ പേജ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു ദ പേജ്, റൈറ്റ് ടു ദ പേജ്, അല്ലെങ്കിൽ നോർത്ത് ടു ദ പേജ്, സൗത്ത് ടു ദ പേജ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ മാപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പം അവിടെ ഉള്ള പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് ആ ഓഡിയോ കേൾക്കുന്ന നേരത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്ന പേരുകൾ ഏകദേശം ഒരു ഗസ് വർക്ക് ചെയ്ത് വെക്കുക ബ്രെയിനിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാനും പറ്റും. ഓക്കെ, റെക്കോർഡിംഗ് ടൈപ്പ് 3 എന്ന് പറയുന്നത് ഒരു 4 പീപ്പിൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. ഒരു അക്കാഡമിക് കോൺവെർസേഷൻ ആയിരിക്കാം മിക്കപ്പോഴും അത്. ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ട്യൂട്ടറും അല്ലെങ്കിൽ സ്റ്റുഡൻസും തമ്മിലുള്ള ഡിസ്കഷൻസ് ആയിരിക്കാം ഈ റെക്കോർഡിംഗ് ടൈപ്പ് 3 വരുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കീവേഡ് ഡ്രിവൺ അല്ല. മുമ്പേ പറഞ്ഞാൽ ഒരു കീവേഡ് നമ്മൾ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഇത് മിക്കപ്പോഴും ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നത് മിക്കപ്പോഴും ഒരു ആൻസർ ആയിരിക്കും അതിൻ്റെ അത് കറക്റ്റ് ഉള്ളതെങ്കിൽ മറ്റുള്ള ആൻസറുകൾ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ 3 കറക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അതിൽ മിച്ചമുള്ള ആൻസർ ഏതാണോ അതാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കീവേഡ് ഡ്രിവൺ ആയിട്ടുള്ള ആൻസർ അല്ല ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കൊടുക്കണം. ആദ്യം നിങ്ങൾ കോൺവെർസേഷൻ കേൾക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ നോക്കുക ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ. റെക്കോർഡിംഗ് ടൈപ്പ് 4 അതൊരു മോണോലോഗാണ് ഒരു അക്കാഡമിക് സബ്ജക്റ്റിനെ കുറിച്ചുള്ളത്. ഇതത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, കാരണം ഇതൊരു യൂണിവേഴ്സിറ്റി ലെക്ചർ ആയിരിക്കാം. അതുപോലെ തന്നെ ആ 10 ക്വസ്റ്റ്യൻസും നമ്മൾ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പം ഇത്തിരി എക്സോസ്റ്റിംഗ് ആണ് ഈ സെക്ഷൻ. പക്ഷേ ഞാൻ പറഞ്ഞ പ്രാക്ടീസിൽ കൂടെ ഇത് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സെക്ഷനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ഇൻസ്ട്രക്ഷൻ നോക്കുക, എത്ര വേർഡ്സ് ആണ്, എത്ര ലിമിറ്റ് ഉണ്ടെന്നുള്ളത് നോക്കുക. പക്ഷേ ഈ സെക്ഷനിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സബ് സെക്ഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഓരോ സെക്ഷൻസ്. അത് നമ്മളുടെ ഒരു ക്യൂ ആണ്. ആ സെക്ഷനിൽ എന്താണ് പറയാൻ പോകുന്നത്, ആ സെക്ഷനിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് നോട്ടീസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലിസണിങ്ങിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജനറൽ ടിപ്സ്, അല്ലെങ്കിൽ ലിസണിങ്ങിൻ്റെ സ്കോർ മാക്സിമം ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജനറൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നെവർ മിസ് ആ വേർഡ് കൗണ്ട് ഇൻസ്ട്രക്ഷൻ. അതായത് 1 വേർഡ് 2 വേർഡ് 3 വേർഡ് എന്ന് ആദ്യം എഴുതിയിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അത് ഒരിക്കലും മിസ് ചെയ്യരുത്. അത് മസ്റ്റായിട്ടും റീഡ് ചെയ്തിരിക്കണം. അത് മിസ് ചെയ്താൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്. രണ്ടാമത്തേത്, ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്യുക. ഓഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസിലൂടെ സ്കിം ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. മൂന്നാമത്തേത്, ഫോക്കസ് ഓൺ ദ കോൺവെർസേഷൻ. കോൺവെർസേഷനിൽ നിന്ന് ഫോക്കസ് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഒന്നും ആലോചിക്കേണ്ട. അതുകൊണ്ട് ഫോക്കസ് ഓൺ ദ കോൺവെർസേഷൻ ഓൾവേസ്. നാലാമത്തേത്, ഒന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്ക് പോവുക. അത് സംഭവിക്കാം, നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു ഉത്തരം കിട്ടാതെ വരാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോയിക്കോളുക. കാരണം ഒന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ടെൻഷനായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തതും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് പോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്തതിലേക്ക് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്തു കൊള്ളുക. അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സ്പെല്ലിംഗ് ചെക്ക് എപ്പോഴും ചെയ്യണം. പ്രത്യേകിച്ച് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ ആ വേർഡ് എന്നുള്ളത് അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാരണം അത് ഒരൊറ്റ സിമ്പിൾ ലെറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരം ഫുള്ളായിട്ട് തെറ്റിപ്പോവാം. കൂടുതൽ പ്രാക്ടീസിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഒരു ലിങ്ക്. അതിൽ പോയി നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ലിങ്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തതും അതുപോലെ തന്നെ ഈയിടയ്ക്ക് ഞാൻ റിസർച്ച് നടത്തി കുറേ അധികം റിസർച്ചസ് ഉണ്ട്. അത് നിങ്ങൾ ഒരു വർഷം പ്രാക്ടീസ് ചെയ്താലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അത് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ റിസോഴ്സസ് ഞാൻ പറയുന്നതായിരിക്കും. കുറേ വെബ്സൈറ്റുകളുടെ പേരുകൾ ഈ വീഡിയോയുടെ അവസാനം വീഡിയോ തുടർന്ന് വാച്ച് ചെയ്തോളുക. ലിസണിങ് ഫിനിഷായി. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. റീഡിങ് സെക്ഷനിൽ 3 പാസേജസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് എന്ത് ടൈപ്പും ആവാം, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ മാച്ചിങ് ഹെഡിങ് ആവാം. റീഡിങ് സെക്ഷൻ്റെ പാരഗ്രാഫ് അക്കാഡമിക്കും ജനറലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ റീഡിങ് സെക്ഷൻ്റെ പാരഗ്രാഫ്സ് അക്കാഡമിക് ആണ് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ലെക്ചർ പബ്ലിക്കേഷൻസ് അങ്ങനത്തെ ഇത്തിരി കൂടി ടഫായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും അതിൽ ഡീൽ ചെയ്യുന്നത്. പക്ഷേ
ജനറലാണ് നിങ്ങൾ IELTS ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആവാം, ഒരു നോർമൽ ബുക്കിൻ്റെ കണ്ടൻറ് ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഈ സെക്ഷന് 60 minutes ആണുള്ളത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ റീഡിങ് 60 minutes. ഇഫ് യു ലേൺ ഹൗ ടു യൂസ് ദാറ്റ് 60 minutes എന്നേ ഞാൻ പറയുള്ളൂ. അതിന് മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. 60 minutes കൊണ്ട് ഈസി ആയിട്ട് റീഡിങ് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. 3 type ഓഫ് പാരഗ്രാഫാണുള്ളത്. ഏത് ടൈപ്പ് ഓഫ് എക്സാമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും നിങ്ങൾ കെയർഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക, ആ ഓരോ സെക്ഷനും പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് എന്താണെന്നുള്ളതിലല്ല കാര്യം, അതിൻ്റെ ടെക്നിക്കും ടിപ്സും എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതിലാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടേയിരിക്കുക, മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുക. IELTS തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ള ഒരു സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഒരു പാസേജ് തന്നിട്ട് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ എന്ന് പറയും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് എങ്കിലും എത്ര പ്രാക്ടീസ് ചെയ്താലാണ് അതിൻ്റെ എക്സ്പേർട്ട് ആവുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. കാണുമ്പോൾ വളരെ ഈസിയാണ്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ. ഈ 3 ഉത്തരം ഉണ്ടാവും, നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതാണെന്നുള്ളത് അല്ലേ. ഒട്ടും ഈസി അല്ല, നല്ല ടഫാണ്. പ്രാക്ടീസ് ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഒരു പാരഗ്രാഫ് ഉണ്ടാവും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതിന് തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിലുണ്ടാവും. അങ്ങനെയാണ് ഈ എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. നിങ്ങൾ പാരഗ്രാഫ് കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റയർ പാരഗ്രാഫ് റീഡ് ചെയ്യുക എന്നുള്ളതല്ല, ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുക, അതിൻ്റെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാവുക. നിങ്ങൾ ടോപ്പിക്ക് ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ആ ടോപ്പിക്ക് എന്താണെന്നുള്ളത് പിടികിട്ടും. ചിലപ്പോൾ ഒരു കിങ്ങിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ഒരു ഫീവറിനെ കുറിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസീസിനെ കുറിച്ച്, ചിലപ്പോൾ ഒരു സ്പോർട്സിനെ കുറിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഒന്ന് സ്കിം ചെയ്തതിന് ശേഷം. ഒരു ഷോർട്ട് പാരഗ്രാഫ് ആണെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ലൈൻ ഒന്ന് വായിക്കുക എല്ലാ പാരഗ്രാഫിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ ഏകദേശം പിടികിട്ടും എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഈ പാരഗ്രാഫിൽ അതേപടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം സിനോണിം ആയിരിക്കും, അതായത് നമ്മൾ പറഞ്ഞ വേർഡിൻ്റെ മറ്റൊരു വേർഡ്, സെയിം മീനിങ്ങുള്ള മറ്റൊരു വേർഡായിരിക്കും പാരഗ്രാഫ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ട്രൂ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നോ അല്ലെങ്കിൽ ഫോൾസ് സെലക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾ ഫോൾസ് സെലക്ട് ചെയ്യേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ശ്രദ്ധിക്കുക, നേരെ ഓപ്പോസിറ്റ് മീനിങ് വരണം, എന്നാലേ ഇവിടെ ഫോൾസ് സെലക്ട് ചെയ്യാവുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല, ഇതിന് ക്ലിയർ ആയിട്ട് ട്രൂ ഓ ഫോൾസോ അല്ലെങ്കിൽ അതേപടിയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇൻഫർമേഷനോ ഇതിന് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ നോട്ട് ഗിവൺ സെലക്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പാരഗ്രാഫിലാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ളത്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് സ്കിം ചെയ്തായിരുന്നല്ലോ, ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏത് പാരഗ്രാഫിലാണ് ഇതിൻ്റെ ഉത്തരം ഉള്ളതെന്നുള്ളത്. അവിടെ പോവുക, ആ പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കൺസൈസ് ആയിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അത് ട്രൂ ആണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ആണോ പറയുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ എന്നുള്ളത്. ഞാനിപ്പം ഈ വീഡിയോയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് വീണ്ടും ഞാൻ പറയുവാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക, അതിനുശേഷം ഇത് പഠിക്കുക. കാരണം ഇത് ടഫായിട്ടുള്ളൊരു സെക്ഷനാണ്, പക്ഷേ പ്രാക്ടീസ് കൊണ്ട് ഇതിനെ നേരിടാവുന്നേ. ഞാൻ പറഞ്ഞ ടിപ്സ് വഴി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വഴി നിങ്ങൾ ഒന്നുകൂടെ എഴുതിയെടുത്ത് അതേപടി തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം അത് മനസ്സിലാക്കിയെടുക്കുക. ഈസി ആയിട്ട് പാസ്സാകാവുന്നതേ ഉള്ളൂ, പക്ഷേ പ്രാക്ടീസ് കുറേ അധികം വേണം. ഈ സെക്ഷനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ മാച്ചിങ് പാരഗ്രാഫാണ്. ഇതുപോലെ തന്നെ പാരഗ്രാഫ് വന്നിട്ടുണ്ടാവും, അതിനടുത്ത് തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ടൈപ്പ് ആൻസറും ഉണ്ടാവും. അത് മാച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പേഴ്സിന് അനുസരിച്ചുള്ള ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് പാരഗ്രാഫിൻ്റെ അർത്ഥം. തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും. അത് മിക്കപ്പോഴും സിനോണിം അപ്പുറത്തെ പാരഗ്രാഫിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പുറത്ത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെക്ഷനും ഉണ്ടാവും. അത് നിങ്ങൾ അർത്ഥം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. പാരഗ്രാഫ് റീഡ് ചെയ്യുക, അതിനുശേഷം ഇവിടെ വന്ന ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മിസ്സിംഗ് വേർഡ് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് പകർത്താവുന്നേ ഉള്ളൂ. അത് ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. റീഡിങ്ങിനുള്ള ജനറൽ ടിപ്സ് പെട്ടെന്ന് പറഞ്ഞേക്കാം. ആദ്യം തന്നെ എല്ലാ പാരഗ്രാഫും അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടുക, ക്വസ്റ്റ്യൻ വരുന്നതിന് മുമ്പ് തന്നെ. രണ്ടാമത്തെ കാര്യം, മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ആ പാരഗ്രാഫിൻ്റെ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് പാരഗ്രാഫിൽ ആ ഓർഡർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ഈ ഉത്തരം എഴുതാവുള്ളൂ. പാസേജിലുള്ള ഇല്ലാത്ത ഉത്തരങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതാൻ പാടില്ല. അപ്പോൾ ലിസണിങ്ങും റീഡിങ് കഴിഞ്ഞു, ഇനി റൈറ്റിംഗ് ആണുള്ളത്. നമുക്ക് റൈറ്റിങ്ങിലേക്ക് പോകാം. റൈറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക്കും ജനറലും തമ്മിൽ വ്യത്യാസമുണ്ട്. IELTS റൈറ്റിങ്ങിനെ ടാസ്ക് 1 ആയിട്ടും ടാസ്ക് 2 ഉണ്ട്.
അക്കാഡമിക്കിൻ്റെ ടാസ്ക് 1 എന്ന് പറയുന്നത് ഒരു ടേബിളോ മാപ്പോ ഒരു ഡയഗ്രാമോ നിങ്ങൾക്ക് തരാം. ടാസ്ക് 1 ജനറൽ റൈറ്റിംഗിൽ ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ഈ ലെറ്റർ എഴുതുമ്പം അത് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളതായിരിക്കും. ഈ ലെറ്റർ ചിലപ്പോൾ പേഴ്സണൽ ആയിരിക്കാം, ചിലപ്പോൾ സെമി ഫോർമൽ ആയിരിക്കാം, ചിലപ്പോൾ ഫുള്ളി ഫോർമൽ ആയിരിക്കാം. ഈ സെക്ഷനിൽ 150 വേർഡ്സ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം, അറ്റ്ലീസ്റ്റ് 150 എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നിങ്ങൾ ഒരിക്കലും മോർ ദാൻ 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേ പാടില്ല, കാരണം വെയിറ്റേജ് കൂടുതൽ അടുത്ത സെക്ഷനിൽ ടാസ്ക് 2 ഉണ്ടെന്നുള്ളതാണ് സത്യം. ടാസ്ക് 2 എന്ന് പറയുന്നത് അക്കാഡമിക്കിനും ജനറലിനും സെയിം ആണ്. 250 വേർഡ്സ് ഉള്ള ഒരു എസ്സേ എഴുതുക എന്നുള്ളതാണ്. 250 വേർഡ്സ് ഉള്ള ഒരു എസ്സേ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 40 മിനിറ്റ്സ് ഇതിൽ സ്പെൻഡ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ റൈറ്റ് ആൻഡ് എസ്സേയിൽ മാർക്കിംഗ് കൂടുതലുണ്ട്. അതുകൊണ്ട് മറ്റേ സെക്ഷനിൽ അല്ലെങ്കിൽ ലെറ്റർ എഴുതുക അല്ലെങ്കിൽ ഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെക്ഷനിൽ നിങ്ങൾ ഒരിക്കലും 20 മിനിറ്റ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് ആൻഡ് എസ്സേ സെക്ഷനിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം കുറഞ്ഞു പോകും. പക്ഷേ മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ളത് ഈ റൈറ്റ് ആൻഡ് എസ്സേ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് 40 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എസ്സേ എഴുതുക. നിങ്ങൾ എസ്സേ എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് എസ്സേ എഴുതേണ്ടി വരുന്നത്. ടാസ്ക് 1 സ്കോറിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ടാസ്ക് അച്ചീവ്മെൻ്റ് ആണ് ഫസ്റ്റ് സ്കോറിംഗ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് എഴുതുക എന്നുള്ളത്. അതിൽ നിന്നും കൂടുതലായിട്ട് ഒന്നും എഴുതരുത് എന്നുള്ളതാണ് ടാസ്ക് അച്ചീവ്മെൻറ്റ്. കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്കോറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ്. സ്റ്റാർട്ടിങ് വിത്ത് കറക്റ്റ് അതിൻ്റെ കറക്റ്റ് മീനിങ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്റൻസിൽ കറക്റ്റ് എൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിലാണ് രണ്ടാമത്തെ സ്കോറിംഗ് എന്ന് പറയുന്നത്. അടുത്ത 2 സ്കോറിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വൊക്കാബുലറി ആൻഡ് ഗ്രാമറാണ്. നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന വൊക്കാബുലറി അതിൻ്റെ ഗ്രാമർ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് 2 സ്കോറിംഗ് സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കെയർഫുൾ ആയിട്ട് വൊക്കാബുലറി യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രാമർ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം, മീറ്റ് ഓൾ ടാസ്ക്. എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ പല കാര്യങ്ങളും 1, 2, 3, 4 ആയിട്ടുള്ള 4 കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുക. 4 കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഡോണ്ട് റൈറ്റ് എനിത്തിങ് അൺനെസസറി, അല്ലെങ്കിൽ അതിലില്ലാത്ത കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തരുത്. ഒരിക്കലും അതിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേന്ന് പറയുന്നത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ക്യാഷ്വൽ ആവാം, ഫോർമൽ ആവാം, സെമി ഫോർമൽ എന്തും ആവാം. അതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എഴുതാവുള്ളൂ. അതിനൊരു വ്യത്യാസമുണ്ട്. അതിന് നല്ല ട്രെയിനിങ് പല വെബ്സൈറ്റുകളിലും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാഷ്വൽ ആണോ സെമി ഫോർമൽ ആണോ ഫോർമൽ ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതിൻ്റെ ഫോർമാറ്റും ഡിഫറൻ്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ പാർട്ട് ആൻസർ. അവസാനത്തേത് 20 മിനിറ്റ്സേ ഉള്ളെന്നുള്ള കാര്യം ഓർക്കുക. മറ്റേ സെക്ഷനാണ് സ്കോർ കൂടുതൽ. അപ്പോൾ 20 മിനിറ്റ്സ് മാത്രം സ്പെൻഡ് ചെയ്യുക ഈ സെക്ഷനിൽ. അപ്പോൾ ടാസ്ക് 2 നോക്കാം അല്ലേ. ടാസ്ക് 2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ റൈറ്റ് ആൻഡ് എസ്സേ ആണ്. അക്കാഡമിക്കും ജനറലിനും സെയിം ആണ്. നമുക്കൊരു സാമ്പിൾ നോക്കാം. ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റിൻ്റെ സാമ്പിൾ നോക്കാം നമുക്ക്. അതിനുശേഷം കുറച്ച് എക്സ്പ്ലനേഷൻ തരാം. വ്യക്തമായിട്ട് വാച്ച് ചെയ്തോളുക. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. റൈറ്റിംഗ് ടാസ്ക് 2 ജനറൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പാരഗ്രാഫിലും ഓരോ മെയിൻ പോയിൻറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 2-3 ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്തുള്ളത് ഈ റൈറ്റ് ആൻഡ് എസ്സേയിൽ പറയാനുള്ളത്. അതിൻ്റെ ഓരോ ടോപ്പിക്കും ഓരോ മെയിൻ ടോപ്പിക്സും ഓരോ പാരഗ്രാഫായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്ത് വേണം ലാസ്റ്റ് പാരഗ്രാഫ് എഴുതാൻ. എത്ര പാരഗ്രാഫ് എഴുതുന്നോ അതിൽ ലാസ്റ്റ് പാരഗ്രാഫ് മസ്റ്റായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്ത് ആയിരിക്കണം മസ്റ്റായിട്ടും എഴുതേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് ലാസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ എഴുതിയ ടെക്സ്റ്റിനെ റൈറ്റിംഗ് ചെയ്തതിനെ എഡിറ്റ് ചെയ്യാനുള്ള സമയം അവസാനം ഇട്ടിരിക്കണം. മസ്റ്റാണ്. അത് ഞാൻ എത്രത്തോളം വീഡിയോ ഗൈഡൻസ് ആ സമയത്ത് കണ്ടിട്ടുണ്ടോ അതിലെല്ലാം പറഞ്ഞിരിക്കുന്ന വരികയാണ്. എല്ലാത്തിലും പറയുന്ന ഗൈഡൻസ് ആണ്. എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്ത ആ ടെക്സ്റ്റിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പല വാക്കുകളും തെറ്റായിരിക്കും, പല മീനിങ്ങുകളും തെറ്റായിരിക്കും. നിങ്ങൾ ഒന്നുകൂടെ അത് വായിച്ച് നോക്കിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്നുകൂടെ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുക തെറ്റാണോ അല്ലേ എന്നുള്ളത്. തെറ്റാണെങ്കിൽ എൻ്റർ ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യുക. ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഇത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻസോടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം പിന്നീട് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പല തെറ്റുകളും നമ്മൾ ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്പ് നിങ്ങൾ അനുസരിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ഓവർ വേർഡ്സിലേക്ക് പോവാതിരിക്കുക. 150, 250 ആണെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത് തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാതിരിക്കുക എന്നുള്ളത് വളരെ മണ്ടത്തരമാണ്. അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും വീണ്ടും എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഗ്രാമർ മിസ്റ്റേക്സും ഉണ്ടാവും, പല വൊക്കാബുലറി മിസ്റ്റേക്സും ഒക്കെ ഉണ്ടാവും. അത് മസ്റ്റായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എഡിറ്റ് ചെയ്യാനുള്ള സമയം. നമ്മളപ്പോൾ സ്പീക്കിംഗ് റൗണ്ടിലെത്തി. അപ്പോൾ നമുക്ക് സ്പീക്കിംഗ് റൗണ്ടിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അവസാനത്തെ സെക്ഷനാണ് സ്പീക്കിംഗ് സെക്ഷൻ. നമുക്ക് മിക്കപ്പോഴും ഒരു 11 to 15 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് വരാറുള്ളത്. 3 പാർട്ടായിട്ടാണ് ഇതിൽ തിരിച്ചിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3.
പാർട്ട് 1 നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓൾ തിങ്സ് അബൌട്ട് യു. എക്സാമിനർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഈ പാർട്ട് 1 നിങ്ങൾക്ക് വർക്ക്, ഫാമിലി, സ്റ്റഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഈ സെക്ഷൻ നിങ്ങൾക്ക് ഇത്തിരി കൂടി അവരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഇച്ചിരി കംഫർട്ടബിൾ ആകാനുള്ള ഒരു സെക്ഷനും കൂടിയാണ്. അതുകൊണ്ട് അത്ര സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ല ഈ സെക്ഷനിൽ. ചിലപ്പം അത്ര ഈസി ആയിരിക്കണം എന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എവിടെയാണ് സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് സിറ്റിയിലേക്ക് പോകാൻ എത്ര ദൂരമുണ്ട്, എത്രത്തോളം കണക്റ്റഡ് ആണ് ഔട്ട്സൈഡ് വേൾഡുമായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണ്, ആർ ദേ സോ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ അങ്ങനത്തെ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞാലും അവർക്ക് അതിൻ്റെ ഉത്തരം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ. രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് റൈറ്റ് ചെയ്യാനുള്ള 1 മിനിറ്റ് തരും, ഒരു പെൻ ആൻഡ് പേപ്പറും തന്നിട്ട്. അതിനുശേഷം നിങ്ങളതിന് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് 1 to 2 മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഇടുന്ന ആളോട് സംസാരിക്കണം. അതാണ് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. എനിക്ക് പണ്ട് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ റുട്ടീനായിട്ടുള്ള എന്ത് ഹോബിയാണ് നിങ്ങൾ ഈയിടയ്ക്ക് പിക്ക് ചെയ്തത് എന്നുള്ളത്, അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഞാൻ അന്നേരം ചാടിക്കൽ പിടിച്ചില്ല. ഞാനൊരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം കയറി പുതിയ സ്പോർട്സ് ഒരെണ്ണം കണ്ടുപിടിച്ചു. ആ സ്പോർട്സിൽ ആഴ്ചയിൽ 2 ദിവസം കളിക്കാൻ പോയി. അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കുറേ വാചാലമാകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് സംസാരിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതുപോലെ നിങ്ങൾ എന്ത് പറയുന്നത് എന്നുള്ളതിൽ കാര്യമില്ല. നിങ്ങൾക്ക് കള്ളത്തരം പറയാൻ പറ്റുക എന്നുള്ളതും ഒരു വേ ഓഫ് സൊല്യൂഷനാണ് ഇങ്ങനത്തെ സെക്ഷനിൽ. പക്ഷേ കള്ളത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ കള്ളത്തരത്തിലൂടെ പറഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്ക് ആൻസർ അറിയത്തില്ല. ഓൾ ദേ വാണ്ട് ഈസ് ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ്. അതായത് നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അവർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് രണ്ടുമാണ് അവർക്കും അറിയേണ്ടത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്താണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിൽ അർത്ഥമില്ല. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ ടോപ്പിക് ദാറ്റ് യു ആർ അവെയർ ഓഫ് ആൻഡ് യു ക്യാൻ സ്പീക്ക് അബൌട്ട്, നോ പ്രോബ്ലംസ്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ടോപ്പിക്ക് സെലക്ട് ചെയ്യും. അവർ ചോദിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങൾ പറയുന്നതുമായിട്ട് വളരെ റിലേറ്റബിൾ ആയിരിക്കണം. പാർട്ട് 3 എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു ഡിസ്കഷനുള്ള ഒരു ടോപ്പിക് ഇട്ട് തരും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓർത്തെടുക്കുമ്പം അന്ന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഹൗ ദ ഓൺ പീപ്പിൾ കോപ്പ് വിത്ത് ദ ചേഞ്ച് ഓഫ് സിറ്റുവേഷൻ ഫ്രം വർക്കിംഗ് കണ്ടിന്യൂസ്ലി മൺഡേ ടു ഫ്രൈഡേ ടു നോ വർക്ക് ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് എന്ന്. അതായത് നമ്മൾ ജോലി റിട്ടയർ ചെയ്ത സമയത്ത് വയസ്സായവർ എങ്ങനെയാണ് അതിനെ കോപ്പ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്താൻ. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ ഉത്തരം പറയാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പറയുന്നത്, നിങ്ങളുടെ ഫാമിലിയിലുള്ള അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് സംസാരിക്കുക. പക്ഷേ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെക്കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങളല്ല അവിടെ പറയേണ്ടത്, അതിനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കുക. അവർക്ക് ആവശ്യമുള്ളത് ജനറലായിട്ടുള്ള ഒരു ഉത്തരവാണ്. ഇപ്പം നമുക്കറിയാവുന്ന തന്നെ വയസ്സായിട്ടുള്ള ഒരാൾ രാവിലെ വോക്കിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാനൊരാളെ മനസ്സിലങ്ങ് കൽപ്പിച്ചു, അതായത് മനസ്സിലങ്ങ് ചിന്തിച്ചു. അത് എനിക്കറിയാവുന്ന ഇത്തിരി വയസ്സായിട്ടുള്ള ഒരാൾ, അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു. രാവിലെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നു, കൂടുതൽ ക്രമീകരിച്ചുള്ള ടൈം ഷീറ്റ് വെച്ചുള്ള വോക്കിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നു കൂടുതൽ ടൈം, കുറച്ച് നേരം TV കാണുന്നു, കുറച്ച് നേരം ഫ്രണ്ട്സിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു, കുറച്ച് കൂടുതൽ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനുകൾ ഇടുന്നു, കുറച്ച് കൂടുതൽ നേരം പകൽ ചിലപ്പോൾ ഉറങ്ങുന്നു, അതിനുശേഷം വൈകുന്നേരം വീണ്ടും എന്തൊക്കെ. അപ്പോൾ ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ജനറലായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു. പക്ഷേ ഞാനൊന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചില്ല, ബട്ട് ജനറലായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആളെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പേഴ്സണാണ്. ആ പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ജനറൽ ടിപ്സ് നമുക്ക് സ്പീക്കിംഗ് സെഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഞാൻ പറയാം. നല്ല അധികം ഡിസ്ക്രിപ്റ്റീവായിട്ട് സംസാരിക്കുക. അതായത് എന്താണോ ടോപ്പിക്കുകൾ ചോദിച്ചിരിക്കുന്നത് ആ ടോപ്പിക്കുകളെക്കുറിച്ച് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വിത്ത് എക്സാമ്പിൾ സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ടാസ്കുകൾ പലതുണ്ടാവും. ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യനിൽ 4-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, സബ് ടാസ്കുകളുണ്ടാവും. അതിനെ എല്ലാം അഡ്രസ്സ് ചെയ്തിരിക്കണം നിങ്ങളുടെ ഉത്തരത്തിലൂടെ. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പോയിന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി. അവർ പറഞ്ഞിരിക്കുന്ന ടാസ്കുകളൊക്കെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് പേപ്പറിൽ എഴുതിയിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എഴുതിയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഇംഗ്ലീഷുകൾ യൂസ് ചെയ്യാൻ പോകാതിരിക്കുക. ചിലപ്പോഴെങ്കിലും അവർ ഗ്രാമറുകളും വാക്കുകളും ഒക്കെ പറയുന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും. അതിനുശേഷം ഏറ്റവും അവസാനത്തേന്ന് പറയുന്നത്
നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. ആവശ്യമുള്ള സ്ഥലത്ത് പോസ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രം സംസാരിക്കുക. കാരണം അവർക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കോർ വളരെ ലോ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് എന്താണെന്നുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. റിസോഴ്സ് എന്ന് പറയുന്നത് ടേക്ക് IELTS എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു വെബ്സൈറ്റാണ്. അവിടെ എല്ലാ തരത്തിലുള്ള റിസോഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പോയി വെബ്സൈറ്റ് യൂസ് ചെയ്തോളുക. അതിനുശേഷം അടുത്തതെന്ന് പറയുന്നത് റോഡ് ടു IELTSൻ്റെ ലിങ്ക് ഞാൻ താഴെ, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. റോഡ് ടു IELTS എന്ന് പറയുന്നതും വളരെ നല്ലൊരു സാധനമാണ്. അതുപോലെ തന്നെയാണ് IELTS അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. അതിന് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങളവിടെ പോയി നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു സാധനമാണ് IELTS ലിസ് എന്ന് പറയുന്നത്. ഒരു UK ഒരു സ്ത്രീയുടെ ഒരു വെബ്സൈറ്റാണ്. ഈ അടിപൊളിയാണ്. അവരുടെ എക്സ്പ്ലനേഷനൊക്കെ വളരെ ടു ദ പോയിൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടേത്. അത് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതൊന്നും പോരാന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യൂസ് ചെയ്തതും പണ്ട് ഞാൻ യൂസ് ചെയ്ത ഇഷ്ടം പോലെ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരു ഫോൾഡറിൽ സേവ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ പുതുതായിട്ട് ആ ഫോൾഡർ സിസ്റ്റത്തിനെ അപ്ഡേറ്റ് ചെയ്ത് പുതുതായിട്ട് വരുന്ന ന്യൂ ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഒരു ഫോൾഡറിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ബൈ മി എ കോഫി എന്നുള്ള സെക്ഷനിലുണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പ്രാക്ടീസും ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നേ. നിങ്ങൾക്ക് വേറൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ അത് നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഞാനത് ഫോൾഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഇമെയിലിലേക്കും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റിലേക്കും വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് മാത്രം മതി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ മെറ്റീരിയൽസും അതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കാനുള്ള സമയമായി. അതിന് മുമ്പ് മനസ്സിലാക്കുക, ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു കമൻറ്റ് ഇടുക എന്നൊക്കെ ഉള്ളത് വളരെ പ്രചോദനകരമാണ്. പിന്നീട് വീഡിയോ വീണ്ടും ചെയ്യാനും എന്നെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഞാൻ ഈ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റുകളും, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതും, ഓൾസോ ഫിനാൻസസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമാണ് എൻ്റെ ചാനലിൽ വരിക. അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് IELTS എക്സാം എഴുതാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള ആ ട്രാവലിംഗ് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് ക്ലിയറായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം പോവുക. അതുപോലെ തന്നെ നേരത്തെ എക്സാമിന് ഓടിപ്പിടിച്ച് എത്തരുത്. ഒരിക്കലും നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കില്ല. എക്സാം ടഫായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ എത്തുക എക്സാമിലേക്ക്. അതിനുശേഷം ആ ഒരു കുറച്ച് ഫ്രീ ടൈം ഉള്ളത് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്പീക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ചിലപ്പം അന്ന് തന്നെ ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞാലും ഒരു ആഴ്ച മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ വരാമോ, നമുക്കൊന്നും ചെയ്യാനില്ല. അവർ തന്നെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ ടൈം സ്ലോട്ട് എന്താണെന്നുള്ളത്. ഞാൻ അന്ന് എഴുതിയപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം തന്നെ കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ പ്രിസൈസ് ആയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സ്പീക്കിംഗ് സെഷനിൽ സംസാരിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. ടാസ്കുകളൊക്കെ അഡ്രസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഓൾ ദ ബെസ്റ്റ് വിത്ത് എക്സാം. ഇനി ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് കിട്ടി, പ്രാക്ടീസൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു രാജ്യത്ത് എത്തിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വന്നെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലിങ്ക്ഡിന് എങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അതിനെ പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.